അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിയില്ല, ഒന്നുമില്ല, ഞാൻ ഇവിടുന്ന് തെറ്റിയിറങ്ങി പോകുന്ന പറഞ്ഞു. നമ്മുടെ ആളെ കണ്ടെത്തി. പാവടത്തുമ്പിൽ പിടിച്ചിരിക്കുന്ന ചിത്രമായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് കൊച്ചിയിൽ പോവാണ് കേട്ടോ. ഇന്ന് ഫെബ്രുവരി 20 ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് നേരത്തെ കൊച്ചിയിലേക്ക് ഇറങ്ങിയാണ് അല്ലേ. എന്തെങ്കിലും വിശാല രാവിലെ ഞങ്ങൾ ഒരു 5-5:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. ഏറ്റവും രസം സായി ഇന്ന് കോട്ടാവി ഇട്ട എണ്ണ എന്ന് പറഞ്ഞാൽ 100 കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. 2 ദിവസമായിട്ട് 4 മണിക്കൂറാണ് ഉറങ്ങണത്. ഇന്നിപ്പോ വന്ന രാവിലെ സമയം 1:30, ഇത് കിടക്കണ 2 മണി, എന്നിട്ട് എണീച്ചത് 5 മണിക്ക്. ഈ സ്കില്ല് മിന്നാന്ന് മറ്റേ ചാവയോ എന്താ ചാവ സിനിമ കാണാൻ പോയിട്ട് കോഴിക്കോട് പോയി കണ്ടിട്ട് വന്നത് 4 മണിക്ക്. അപ്പൊ 2 ദിവസമായിട്ട് ഒട്ടും ഉറക്കില്ല. എന്നിട്ട് ഇന്നിപ്പോ ഫുള്ള് കോട്ടാവി ഇട്ട് മനസ്സിന്റെ അപ്പുറത്തിരിക്കുന്ന ആൾ ഈ കോട്ടാവി പകരുന്നുള്ള പറയാ. എനിക്ക് നല്ലൊക്കെ പകർന്ന് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് കോട്ടാവി ഇട്ടാ പിന്നെയും വന്നു. അത് എനിക്കും കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും രസം. അതങ്ങോട്ട് എനിക്ക് പകർന്നു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ പകരുന്നത് എനിക്കറിയില്ല. അപ്പൊ ഞങ്ങളിപ്പോ കൊച്ചിയിൽ വന്നിരിക്കുകയാണ്, എറണാകുളത്ത്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ഒരു സിനിമ കാണണം, ഓഫീസർ ഓൺ ഡ്യൂട്ടി പറഞ്ഞില്ല, കുഞ്ചാക്കോബന് പ്രിയാമണി ഉള്ളത്. അപ്പൊ ഞങ്ങൾ ലുലുമാളിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ലുലുമാൾ. അപ്പൊ ഞങ്ങൾ ഇന്ന് സിനിമ കാണും, സിനിമേന്റെ റിവ്യൂ ഇടും, പിന്നെന്താ ചെയ്യാ. ഇനി എനിക്ക് ഡ്രസ്സ് എടുക്കണം. മെയിൻ ആയിട്ട് നമ്മുടെ 22-ന് നമ്മുടെ ഫെബ്രുവരി 22-ന് പ്രോഗ്രാം. ഇത് എന്നാ ഞാൻ അപ്ലോഡ് ചെയ്യാൻ എനിക്കറിയില്ല. ഫെബ്രുവരി 22-ന് ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ കിക്കിന്റെ ഇവന്റ്. അപ്പൊ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സാണ് മെയിൻ സാധനം. അത് ഇതായിട്ടൊന്നും കിട്ടിയിട്ടില്ല, സെറ്റ് ആയിട്ടില്ല. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നു, കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. മോഡൽസ് ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഇട്ടപ്പോൾ ഒരു ഭംഗിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് എന്താ പറയാ കൊച്ചിയിൽ ഏതെങ്കിലും നല്ല ഷോപ്പിൽ വന്നിട്ട് എന്താ പറയാ ഒരു നല്ല അടിപൊളി സാധനം, നല്ല ഒരു അടിപൊളി ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു എന്തെങ്കിലും എന്താ നല്ല ഭംഗിയുള്ള ഏതെന്ന് വെച്ചാല് നമ്മൾ ഈ നോർമൽ ചുരിദാർ സാരി അല്ലാത്ത ടൈപ്പ് വല്ല ഗൗണോ ലെഹങ്ക ക്രോപ്പ് ടോപ്പ് സ്കേർട്ട് അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാനാണ് വിചാരിക്കുന്നത്, കുർത്തൊന്നല്ല. അപ്പൊ അങ്ങനത്തെ വല്ല സംഭവം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പൊ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഞങ്ങള് എവിടുന്ന് കഴിച്ചത് ഹൈവേയിലല്ലേ കയറിയിട്ട്, ഹൈവേയിലല്ല നമ്മുടെ ആര്യാസ് ഭവനിൽ പോയിട്ട് തൃശ്ശൂരിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ഇപ്പൊ എന്നാലും ചെറിയ വയറ് ഇപ്പൊ മധുരം കഴിക്കുകയാണെങ്കിൽ എന്തോ പോലെ ഉണ്ട്. സത്യം പറഞ്ഞാല് അതില് രാവിലത്തെ ദോശയ്ക്ക് ഈ സത്യം പറഞ്ഞ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് വെജ് കഴിക്കാൻ വലിയ രസമൊന്നുമില്ല. ഈ അതല്ല, അതായത് മറ്റേ ഹോട്ടലില് നോൺ വെജ് ഹോട്ടലിൽ പോയിട്ട് വെജ് സാധനങ്ങൾ ഓർഡർ ചെയ്താൽ അത് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് അവിടുത്തെ ദോശ ഒന്നും എനിക്ക് തരാം, ഭയങ്കര എന്തൊക്കെ ഉഴുന്നാണ് എന്തോ സംഭവമില്ല, അത് ഒരു സുഖമില്ലാത്തൊരു ദോശയൊക്കെയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് എനിക്ക് വായിക്ക് ഒരു ജാതി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും മധുരം കിട്ടിച്ചാൽ അതും നടക്കണില്ല. കാരണം ഇപ്പൊ തന്നെ സമയം 9:30, 10 മണിക്കാണ് നമ്മൾ സിനിമ. ലുലുമാളിൽ 10 മണിക്കെങ്കിലും എത്തിയാലേ സിനിമ കാണാൻ പറ്റുള്ളൂ. നല്ല ത്രില്ലർ പടമാണ്. അപ്പോൾ ത്രില്ലർ പടം എല്ലാം എന്നും എന്റെ വീക്ക്നെസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ത്രില്ലർ പടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി അത് കാണാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഇനി 10 മിനിറ്റുള്ള ലുലുമാളിൽ എത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ ലുലുമാളിലെ വ്യൂസ് ഒന്നും എടുക്കാനൊന്നുമില്ല, നിങ്ങളെല്ലാവരും ലുലുമാളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് എടുക്കാൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കണ്ടിട്ട് ബാക്കി വരാം. ഇനി കോട്ടാ വിടണ്ട. ഇനി കോട്ടാ വിട്ട് എനിക്കും കൂടി വരും. സിനിമ കാണലാണ്. സിനിമ കാണുമ്പോ ഇനി ഫുള്ള് അതിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ത്രില്ല് പോകും ആ സിനിമ കാണുന്നതിന്റെ. ഓക്കെ, അങ്ങനെ നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കറക്റ്റ് ടൈം ആയിട്ട് ഞാൻ വിചാരിച്ച 10 മിനിറ്റ് ഇനിയുണ്ടെന്നാണ്. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ലുലുമാളിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സിനിമ കാണുന്നത്, നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ ശാന്തസുന്ദരമായ ലുലുമാളിൽ വന്നപ്പോൾ ഇവിടെ ഒറ്റ മനുഷ്യന്മാരും ഇല്ല. ഞങ്ങൾ കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട് എവിടെയാണ് മറ്റേ തിയേറ്റർ വെച്ചിട്ട് അവസാനം ഞങ്ങൾ തിയേറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലുലുമാളിൽ PVR-ലല്ലത് PVR-ൽ ഇതാ നമുക്ക് കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കുക. എനിക്ക് ശീലമൊന്നുമില്ല, ഞാൻ അത്ര പൈസ ഒന്നും ഞാൻ കയറുന്നില്ല. നമ്മളിവിടെ കിടക്കാനാണ് വന്നതാണ് എനിക്ക് തോന്നുന്നത്. സായിയോടെ ഇന്നതാ കോട്ടാ വീണ്ടും ഉണ്ട്. അപ്പൊ ഇവിടെ നല്ല ആംബിയൻസ് കേട്ടോ. തിയേറ്ററിൽ നമ്മൾ ഉറങ്ങാൻ വന്നതാണോ എനിക്കറിയില്ല, പക്ഷെ നല്ല ത്രില്ലർ പടമാണെങ്കിൽ നമ്മൾ എന്തായാലും കാണുമല്ലോ. അപ്പൊ ഞാനിപ്പോൾ വിശാലമായിട്ട് ഉറങ്ങാൻ നിൽക്കുകയാണ്. ഉറങ്ങല്ല, വിശാലമായിട്ട് സിനിമ കാണാൻ നിൽക്കുക. നല്ല വൈബുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും. ഇവിടെ ഇതാ ഒരു ഗോൾഡിൻ്റെ ഇതുണ്ട്, ഒരു തലനുണ്ട്, പിന്നെ ഒരു പുതപ്പുണ്ട്, തലനുണ്ട്, ഒരു ലാമ്പുണ്ട്. നല്ല സ്ഥലമായിട്ടുള്ള ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി പറഞ്ഞ സിനിമ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ റിവ്യൂവർ സീക്രട്ട് ഏജന്റ് റിവ്യൂ ചാനലിൽ ഇടുന്നതായിരിക്കും.
ഞാൻ ഇതിടുമ്പോഴത്തേക്കും റിവ്യൂവറിന്റെ റിവ്യൂ എന്തായാലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടോ. കുഴപ്പമില്ലാത്ത പടമാണ്, ഒരു ത്രില്ലർ മൂവിയാണ്. അല്ല നല്ല ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ആവറേജ് മൂവി. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് മറ്റേത് ഇതുണ്ട്, മറിച്ചതുണ്ട്. സെക്കൻഡ് ഹാഫില് കുറച്ച് റബ്ബർ ബാൻഡാണ്. അല്ല അങ്ങനെ അല്ല, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് എൻഗേജറാണ്, സെക്കൻഡ് ഹാഫ് കുറച്ചൊരു ഇതുണ്ട്. എനിക്ക് ആകെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്താ പറയാ വില്ലന്മാരെ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് പിടിക്കാൻ അത്ര നേരം പിടിക്കും. സെക്കൻഡ് ഹാഫിന് 1.5 മണിക്കൂർ അവർ കാത്തുന്നു വില്ലന്മാരെ പിടിക്കാൻ. അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കുഴപ്പമില്ലാത്ത പടമാണ്. അപ്പോൾ റിവ്യൂ സായിൻ്റെ ചാനലുണ്ടാവും എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ മെല്ലെ എങ്ങോട്ടാണ് പോണത്, നമ്മൾ സിജോ വരുന്നുണ്ട്, നമ്മുടെ കൊച്ചിക്ക് സിജോ വരുന്നുണ്ട്. സിജോൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവരെ കാണാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. സായിനോട് ഞാൻ ആദ്യം പറഞ്ഞു, ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ വേറെ ഒരു പരിപാടിയില്ല, ഒന്നുമില്ല, ഞാൻ ഇവിടുന്ന് തെറ്റിയിറങ്ങി പോകുന്നതാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തെറ്റിയിറങ്ങി പോകുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നില്ല. ഡ്രസ്സ് അയ്യോ എൻ്റെ കാരണം ഞാൻ ഇറങ്ങി പോകുന്നില്ല, വേണ്ട. ഡ്രൈവർ ഓൺ ഡ്യൂട്ടി. ഇപ്പൊ നമ്മുടെ ഡ്രൈവർ ഓൺ ഡ്യൂട്ടി ഉണ്ട്. അപ്പോ നമ്മളിപ്പോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ ഇനി നേരെ സിജോ ഉണ്ട് കേട്ടോ. സിജോ ഒരു ലൊക്കേഷൻ അയച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സുൽത്താൻ ഗ്രിൽസ് എന്ന ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. അവിടെ പുറത്ത് ദിൽവാലി ദുൽഹനിയ ലേ ജായെങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല. ഞങ്ങൾ സിജോനെ കാണാൻ പോകും. ആളെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സിജോനെ കണ്ട് കുറച്ച് ചർച്ചകളൊക്കെ നടത്തി, അല്ലേ? കുറച്ച് കാര്യമായ ചർച്ചകളൊക്കെ ഞങ്ങൾ നടത്തി. അതിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ വഴിയെ വരുന്നതായിരിക്കും, എന്തിനുള്ള ചർച്ചയാണ്, എന്താ കാര്യം എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തോ ഭാഗ്യവശാൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ സമയം കിട്ടി. ഇന്ന് ഞാൻ ഒരു കടയിൽ പോയി, ഞാൻ എൻ്റെ കൊച്ചി ഫ്രണ്ട്സിനെ കുറച്ച് വിളിച്ചിട്ട്, എൻ്റെ മിസ്സസ് ആയത് ഫ്രണ്ട്സ് വഴി എനിക്ക് കൊച്ചിയിലുള്ള കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഒരു കടയിൽ പോയിട്ട് ഡ്രസ്സ് എടുത്തു. ഒരു നല്ല ഡ്രസ്സാണ്, എനിക്കിഷ്ടപ്പെട്ടു. അത് അപ്പോൾ എടുത്ത് അതിൻ്റെ സെറ്റ് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട്. സായിക്ക് ഞാൻ ഫേസ് ടൈം വീഡിയോയിൽ കാണിച്ചു കൊടുത്തു ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ചോദിച്ചിട്ട്. സായി പറയുക സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇനി മറ്റൊന്നാളെ ഇന്നിപ്പോ നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ തുണിയില്ലാത്ത തുണിയാണ് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലാ തുണി ഉണ്ട്, തുണിയുള്ള തുണിയാണത്. ഡ്രസ്സിംഗ് റൂമിന്ന് ഫോട്ടോ എടുത്ത് അയക്കുന്ന ആൾക്കാർ, വീഡിയോ കോൾ എടുക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാരാണ്. മീൻസ് ഡ്രസ് ഇട്ടിട്ടോ അവരെ കണ്ടുപഠിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതെ ഇപ്പൊ പറയും, അതൊക്കെ പറയും. ഡൈവേഴ്സ് ചെയ്യേണ്ട ആവശ്യമൊക്കെ അതൊക്കെ പറയും. കാരണം പിന്നെ എന്റെ അങ്ങ് ചെയ്യാൻ പാടുമോ? വേറൊരാളുടെ വെച്ചിട്ട് ഭാര്യ വിചാരിച്ചിട്ട് എന്താ ചെയ്യാൻ പാടുമോ? ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഹണി ട്രാപ്പ്, സ്വന്തം ഭാര്യ ഹണി ട്രാപ്പ് വെക്കുക. ഡ്രൈവേഴ്സിനൊക്കെ ആവശ്യം വരെ അതാണ്. അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ മാറ്റിക്കുണ്ട്, മുഖം മാറ്റിക്കും, എന്താ രസം ഉണ്ടാവില്ലേ? എന്നാൽ ഞാൻ പോയി ഡ്രസ്സ് വാങ്ങട്ടെ. ഡ്രസ്സ് ആൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് കൊടുത്ത് വാങ്ങിയിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ എൻ്റെ ഷോപ്പ് ഇതാണ്, ഓൾ ഓൺ എ വാൾ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഇത്, ഓൾ ഓൺ എ വാൾ. വേറെ ആരുമല്ല, FRKൻ്റെ വൈഫ് അനൂപയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇപ്പോൾ കാണിച്ചു തരുന്നില്ല, പരിപാടിക്ക് കയറിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാ? ഓ ഹയാത്തിൽ വന്നപ്പോൾ നമ്മളൊന്നും ആരും വേണ്ടോ. അപ്പം നമ്മളിപ്പോൾ ഗ്രാൻഡ് ഹയാത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഹയാത്തിലാണ്. അവിടെ നമുക്ക് ദൂരെ ഒരു സ്പൈഡർമാനെ കാണാം. വീഡിയോസ് എല്ലാത്തിലും വരുമല്ലോ, അവിടെ നിന്ന് എടുക്കുന്ന എല്ലാത്തിലും കയറുമല്ലോ. അത് പറിച്ചെടുക്കാൻ പറ്റില്ല.
ഹലോ, അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ചാലക്കുടിയിലുള്ള CG പാർക്കിലാണ്. അപ്പൊ ഇതാണ് CG പാർക്ക്. ഇവിടെ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കൂ, നമ്മുടെ അടിപൊളി നമ്മുടെ ഫിലിമായിട്ട് ബന്ധപ്പെട്ട മൂവിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ താഴെ നമുക്ക് കാണാം റാഫേൽ ഫിലിം സിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് CG പാർക്ക്, ചാലക്കുടി ഡി സിനിമസ് തൊട്ടടുത്തുള്ള ചാലക്കുടിയിലുള്ള CG പാർക്കിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ തലേ ദിവസം ഫെബ്രുവരി 21 ഫെബ്രുവരി 22 പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ തലേ ദിവസം ഞങ്ങളിവിടെ വന്നത് എല്ലാം ഒന്ന് കാണാനും എങ്ങനെയാണ് കാര്യങ്ങൾ പോണത് എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, കേൾക്കണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ ഞാൻ പറയാം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസ്, അതായത് റാഫേൽ ഏട്ടനും കിക്കും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഇവന്റ്, ഒരു മെഗാ ഇവന്റാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ നടക്കുന്നത്, ഈ CG പാർക്ക് ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നാളെയാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ കിക്കും റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസും കൂടി ചേർന്ന് നടത്തുന്ന കിക്കിന്റെ ഫിലിം നാളെയാണ് ടൈറ്റിൽ ലോഞ്ച് നടക്കുന്നത്. പിന്നെ മൂന്നാമത്തെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രിക്കറ്റ് അക്കാഡമി, നമ്മുടെ റാഫേൽ അക്കാഡമി, റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസിന്റെ അവരുടെ വകയായിട്ടുള്ള ഒരു ക്രിക്കറ്റ് അക്കാഡമി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേരാണ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് പവേർഡ് ബൈ സഞ്ജു സാംസൺ. അപ്പോൾ ഞാൻ ഇവരുടെ ഈ പോസ്റ്റർ സാധനം ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇവരെ എല്ലാവരുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സഞ്ജു സാംസൺ വരുന്നുണ്ട്, ടോവിനോ വരുന്നുണ്ട്, ദിലീപ് വരുന്നുണ്ട്, ബേസിൽ ജോസഫ് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചെന്നിട്ടാണ് ഈ പരിപാടി കളറാക്കാൻ വരുന്നത്. അപ്പോൾ നാളത്തെ മെഗാ ഇവന്റിൽ നമ്മൾ ഞാൻ സായിൻ്റെ സൗണ്ട് ഇട്ടപ്പോൾ സായിൻ്റെ സൗണ്ട് പോലെയൊക്കെ തോന്നി, സായി വിചാരിച്ചു. അപ്പോൾ ഇവർ 4 പേരാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ കുറേ ഗസ്റ്റുകളുണ്ട്, ഇവിടുത്തെ കുറച്ച് സീനിയേഴ്സ് ആയ ആൾക്കാർ, പൊളിറ്റീഷ്യൻസ്, പോലീസ് ഇൻസ്പെക്ടേഴ്സ്, അങ്ങനെ കുറച്ച് ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയ ഇവന്റ്. നമ്മുടെ ചാലക്കുടി ഹൈവേയിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ, ഇപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും അത് പറഞ്ഞു ഡി സിനിമാസ് ഇനി ഡി സിനിമാസ് പറയില്ല, നമ്മള് ചാലക്കുടിയിലുള്ള CG പാർക്ക് എന്ന് പറഞ്ഞല്ലോ. ഡി സിനിമാസിന്റെ അടുത്ത് നമ്മൾ പറയാൻ പാടില്ല. CG പാർക്ക് പറഞ്ഞ ഒരു സംഭവം അവിടെ കിടക്കണം, മാപ്പിലും കിടക്കണം. അപ്പോൾ നമ്മൾ ചാലക്കുടി ഹൈവേയിൽ, മറ്റേ ഹൈവേയിലാണുള്ളത്, മറ്റേ തൃശ്ശൂർ കൊച്ചി ഹൈവേയിൽ ചാലക്കുടിയിൽ എറണാകുളത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലും അവിടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് വലിയ ബിൽഡിംഗ്. അപ്പോൾ വലുതാക്കി തന്നെ കാണാം ആ ഫ്ലൈ ഓവർ കയറുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫുള്ള് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡയറക്ടർ ഇത് കൂടെ നടന്നു പോകുന്നുണ്ട്, അയാൾ എന്തൊക്കെ നോക്കി പോകുന്നുണ്ട്, അങ്ങോട്ട് അറിയില്ല. അപ്പോൾ ബോധമൊന്നുമില്ല, ഇങ്ങനെ സിനിമയാണ് നമ്മൾ നാളെ ഇറങ്ങാൻ പോണത്. മൊയ്നിക്കഥ പോണോടെ. അപ്പോൾ നമുക്ക് ഇനി അകത്ത് കയറിയിട്ട് എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളിതാ ഇത് എക്കണോ ഈ കുട്ടിയുടെ പേര് ഇപ്പൊ എക്കണോ എന്നാണ്, ആയിഷ എന്നാണ് പേര്. പക്ഷെ ഞങ്ങൾ എല്ലാവരും എക്കണോ എന്ന് വിളിക്കുന്നത്. മല്ലു എക്കണോമിക്സിന്റെ പ്രൊഫൈലിലുള്ള ഒരു കുട്ടിയാണ്, അടിപൊളി കുട്ടിയാണ്. മതി കഴിഞ്ഞു ഫോട്ടോ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വേറൊരു എല്ലാമായി നമ്മുടെ ജോലി CG പാർക്ക് ടൂർ. നമ്മുടെ ഈ CG പാർക്കിൽ വന്ന് തന്നെ VFX-ഉം ആനിമേഷൻസും അങ്ങനെ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ഒക്കെ നടത്തുന്നത്. ക്ലാസ് മാത്രമല്ല, ചെയ്യുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ ഫിലിമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആനിമേഷൻ്റെ പരിപാടികൾക്കും എഡിറ്റിങ്ങിൻ്റെ പരിപാടികൾക്കും വേണ്ടിയിട്ടുള്ള സ്റ്റുഡിയോ പോലെയാണ് സംഭവമായിരിക്കും. പിന്നെ ഇത് നമ്മുടെ റിസപ്ഷൻ. നല്ല പരിപാടികളൊക്കെ തങ്ങളുടെ നടക്കുന്നുള്ളൂ. നാളെ ഇവിടത്തേക്ക് എന്തായാലും സെറ്റ് ആവും അല്ലേ? രാത്രി 11 രാത്രി ഫുള്ള് പരിപാടികളാണ്. എന്താ ഇങ്ങനെ ഇവിടെ മുന്നില് ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെ വാഷ്റൂമാണ്, ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. പിന്നെ ഇവിടെ സീനിയർ അവർക്ക് MD-ക്കൊക്കെ അങ്ങനെ ഇരിക്കാൻ പറ്റിയ ചെറിയൊരു ഓഫീസ് ഒക്കെയാണ്. സായി പറഞ്ഞോണ്ട് അവിടെ വാ. അറിയില്ല ചതിച്ചതാ, ശരിപ്പെട്ട സീനാവും. ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കണ്ട അന്തം പോകും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. നമ്മൾ നേരെ കയറുമ്പോൾ തന്നെ നമ്മളിത് മൂവിയായിട്ട് ബന്ധപ്പെട്ട മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മളിത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര മൂവി റിലേറ്റഡുള്ള കുറേ പോസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് സിനിമകളുണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്,
ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു റീല് പോലെ പണിയുണ്ട്. ഇവിടെ ഓഫീസ് റൂം ഉണ്ട്. നമ്മുടെ ഓഫീസ് റൂം അല്ല, ഇവിടെ വർക്ക് സ്പേസ് ആണ്. വർക്ക് സ്പേസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ വർക്ക് സ്പേസ് ആണ്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. തലേസന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. അപ്പോ നമുക്കൊരു ഏകദേശം 10-50 ആൾക്കാരുടെ മുകളില്, അതായത് ഒരു 3-4 സിനിമയ്ക്ക് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. 3 അതിനേക്കാളും കൂടുതൽ സിനിമ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. VFXന്റെ പരിപാടികളുണ്ട്, ആനിമേഷൻസിന്റെ പരിപാടിയുണ്ട്, അങ്ങനെ കുറെ പരിപാടികളുണ്ട് എനിക്കുണ്ട്. അപ്പൊ ചാലക്കുടി, തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കും മാത്രമല്ല ഇപ്പൊ എല്ലാവരുടെയും സ്പോട്ട് എന്ന് പറയുന്നത് കൊച്ചി മാത്രമാണല്ലോ. അപ്പൊ കൊച്ചി അല്ലാതെ നമുക്ക് തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കും ഇവിടെ വന്ന് കാണാൻ പറ്റിയതും ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്റ്റുഡിയോ, സൗണ്ട് സ്റ്റുഡിയോ തോന്നുന്നുണ്ട്. ഡബിംഗ് സ്റ്റുഡിയോ അല്ലേ? അങ്ങനെ കുറെ പരിപാടികളുണ്ട് സത്യം പറഞ്ഞാല്. മീറ്റിംഗ് ഹാളിലെ പ്രത്യേകത ഇതാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാലിതാ, ഇതാണ് ആർ. നമ്മുടെ റാഫേലിന്റെ ആറാണിത്. ആർ എന്നൊരു ചിഹ്നം വെച്ചിട്ടാണ് അങ്ങേരെ അടിപൊളി നടത്തുന്നത്. ഈ ആറ് വെക്കാനുള്ള സ്പേസാണ് ആറാണ് കൊണ്ടുവയ്ക്കും. ഇത് നമ്മളൊരു മീറ്റിംഗ് ഹാളാണ്. എല്ലാവരും ചർച്ച ചെയ്യാനൊക്കെ പറ്റിയ വർക്ക് സ്പേസ് ഉണ്ട്. വർക്ക് ചെയ്യാൻ മീറ്റിംഗ് ഒന്നും നടത്തല്ല. നമ്മുടെ പ്രൊജക്ടർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ ഓണെന്താ സെക്കൻഡ് ഫ്ലോറിൽ പരിപാടികള് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഈ സ്പേസ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. നാളെയാണ് ഉദ്ഘാടനം. അതിനുശേഷം എപ്പോ വേണമെങ്കിലും എല്ലാവർക്കും വർക്കായിട്ട് ബന്ധപ്പെട്ട് വരാം. ഫിലിം മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു സ്പേസ് ആണ്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് ഈ സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ വഴി എല്ലാവർക്കും റെന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും, എത്ര വരിക എന്നുള്ളതും ചെയ്യാനുള്ള സ്പേസൊക്കെ കാര്യങ്ങളൊക്കെ. നമുക്ക് താഴെ പോവാം. അവർ എല്ലാവരും കാര്യമായി ചർച്ചയിലാണ്. അപ്പോൾ രാത്രി കഠിനമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അതിഥി കയറി വന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുന്ന് പോണത് ഒറിജിനലായിട്ട് ബാക്കി അപ്പോൾ ഇന്ന് നമ്മുടെ ആ ദിവസം വന്നിരിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കിക്കിൻ്റെയും റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസിൻ്റെയും പുതിയ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സഞ്ജു സാംസൺ, ടോവിനോ, ബേസിൽ, ദിലീപേട്ടൻ അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രോഗ്രാം നമ്മുടെ 2 മണി ഒക്കെ കഴിയുമ്പോൾ സ്റ്റാർട്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഇന്നത്തെ, അതായത് ഇന്ന് രാവിലത്തെ ഞങ്ങൾ മേക്കപ്പ്, ഇന്ന് രാവിലെ എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ഏകദേശം ഒരു 11:30 ആയി ടൈം. പക്ഷെ നമ്മളത് കറക്റ്റ് ടൈമിൽ തീർക്കും. അപ്പോൾ നമ്മളെ മേക്കപ്പ് ചെയ്യാൻ വരുന്നത് നമ്മുടെ തിരൂര്, നമ്മുടെ സ്വന്തം നാട്ടിലെ മലപ്പുറം തിരൂരിലുള്ള വയലത്തൂരുള്ള സൈറ ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ ലുക്ക് നിങ്ങൾ കണ്ട, എൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള അടിപൊളി ലുക്ക് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ലെൻസ് ഇട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ലെൻസ് ഇട്ട്, ഇവരെന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് എനിക്ക് ലെൻസ് ഇട്ട് തന്നത്. അപ്പോൾ ഇനി ബാക്കി ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ മുന്നേ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇനി ഈ വീഡിയോയിൽ ബാക്കി കാണിക്കുന്നതായിരിക്കും. സമയം കൊണ്ട് ലൈറ്റ് Nice one!
The celebrity guest, Mr. Tobino Thomas, Sanju Samson. Welcome. Toby ചേട്ടൻ ഒന്ന് കൈ ഉയർത്തി കാണിക്കാമോ? Thank you, Basil. Welcome, Sanju Samson. Please. Welcome all the celebrity guests. ഒന്ന് സൈഡിലേക്ക് ഒതുക്കി നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ടോബി ചേട്ടാ സ്വാഗതം. Basil and Sanju Samson, welcome to the grand opening ceremony of CG Park. വേദിയിലേക്കാണ് നമ്മളുടെ താരങ്ങൾ നേരെ കടന്നു വരുന്നത്. വെൽക്കം ടോബി ബ്രോ, വെൽക്കം. Sanju bro, welcome. Rafael Aiden and all the KICK members, KICK president Kader Bhai, secretary അതുപോലെ മോയിനുക്ക, സായി കൃഷ്ണൻ, welcome. Rafael Aiden. നമ്മളുടെ വേദിയിൽ ഒരുക്കിയിരിക്കുന്ന ചെയർസിൽ ഇരിക്കാനായിട്ട് എപ്പോഴും നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിൽക്കുന്ന ചേട്ടന്മാരെ പോലെ തന്നെ നമുക്ക് തോന്നുക. കാരണം അവര് ചെയ്യുന്ന സിനിമകളും എല്ലാം അങ്ങനെ തന്നെയാണ്. ഓൾ ദ കിക്ക് മെമ്പേഴ്സ് പ്ലീസ് താഴേക്ക് ഇറങ്ങും. വേദിയിൽ നോ കിക്ക് മെമ്പേഴ്സ് ഒരാളും ഉണ്ടാവാൻ പാടില്ല. വേക്കന്റ് ആയിരിക്കണം. പ്ലീസ് താഴേക്ക് ഇറങ്ങണം. നോ കിക്ക് മെമ്പേഴ്സ് ഓൺ സ്റ്റേജ്. പോകാനല്ല പറയുന്നത്, ഇറങ്ങി ഇവിടെ തന്നെ വേണം. നിങ്ങൾ അതിഥേയരാണ്, മനസ്സിലാകുമെന്ന് വിചാരിക്കണം നമ്മളുടെ ബുദ്ധിമുട്ട്. നമ്മുടെ താരങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പ്രകമ്പനം ഉള്ളൂ എന്ന് എനിക്കറിയാം. അത്രയേറെ ഹാപ്പിനെസ് ഉണ്ട് നിങ്ങളുടെയൊക്കെ മുഖത്ത്. പല സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റെക്കോർഡിങ്ങുകളും ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുക്കാവോ നമ്മുടെ താരങ്ങൾക്ക്? Come on, put hands together for the celebrity guests who are gathered here. നല്ലൊരു കൈയ്യടി. അതാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. റിബൺ കട്ടിങ്ങിലേക്കാണ് നമ്മൾ ഉടനെ തന്നെ പോകുക. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റേജിൽ നിന്ന് ഒന്ന് ഇറങ്ങാനായിട്ട് ഒന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കാൻ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബൗൺസേഴ്സ് ഒന്ന് വേദിയിൽ വരാവോ? ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. പ്ലീസ് കം ഓവർ ഹിയർ ബൗൺസേഴ്സ്. യാ മോയിനുക്ക. തുടക്കം കുറിക്കാനുള്ള ആദ്യത്തെ ആലോചന യോഗം ചേരുന്നു. 2023 ഓഗസ്റ്റിൽ തുടർന്ന് കണ്ണൂരിലും കോഴിക്കോട്ടും പരിപാടി, പിന്നീട് ആലുവയിൽ മെഗാ പരിപാടി. അതിനെ പറ്റിയിട്ട് അവർക്കൊരു വിശ്വസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, മറ്റു പ്രിയപ്പെട്ടവരെ, Congratulations! Once again, please play the visual. Can you? The one and only princess, സൗണ്ട് എടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ
രണ്ട് വാക്ക് സംസാരിക്കണം എന്നാണ് എന്റെ റിക്വസ്റ്റ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ മിക്കവാറും ഡോക്ടറെ കാണുമ്പോഴത്തേക്ക് എന്റെ വോക്കൊക്കെ അതിനുവേണ്ടിയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സായിയാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ട്, ഇവരൊരു സിനിമയുടെ കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. അന്ന് എനിക്ക് ഇതിന്റെ സ്കെയിലിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറവാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ആരാധനയോടെ കാണുന്ന ഒരുപാട് സ്നേഹ രണ്ടുപേരും നിങ്ങളാണ് ഈ സിജോയ്ക്ക് ഏറ്റവും വെൽക്കം. നമ്മുടെ സ്നേഹയും ലെനുവിനെയും നമുക്ക് വേദിയിലേക്ക് വെൽക്കം. ഇത് സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യമാണ്. ഇതിനുള്ള ഐസ്ക്രീം എനിക്ക് വാങ്ങിച്ചു തന്നു. വെൽക്കം ഓക്കെ. ഞാൻ ബാക്കി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ നടക്കുന്നത്? ഇതാ സായിത്തുമ്പിലല്ല, പാവടത്തുമ്പിൽ പിടിച്ചിട്ട് ചിത്രമായി. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിൽ ഇപ്പോൾ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി കഴിഞ്ഞിട്ടുണ്ടായി.